സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നേച്ചർ എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അതുപോലെ തന്നെ നമ്മൾ സീ ബ്രീസ് എന്താണ്, ലാൻഡ് ബ്രീസ് എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിലോട്ടാണ് പോകുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് വാട്ടർ സൈക്കിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ക്ലാസ് 6 ക്യൂരിയോസിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? സൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഹീറ്റ് ഫോർ ദ എർത്ത്. നമുക്കറിയാം അല്ലെ, നമ്മൾ എന്തിനാണ് വെറ്റ് ക്ലോത്ത്സ് വെയിലത്തിടുന്ന? എന്തിനാണ്? നമ്മൾ എന്തുകൊണ്ടാണ് വെളിയിൽ സണ്ണിന്റെ പ്രസൻസിൽ നമ്മൾ ഇടുന്ന? എന്തിനാണ്? നമുക്കത് പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് അത് ഡ്രൈ ആവുന്നത്? ഈ സണ്ണ് കാരണം നമ്മുടെ ആ ഡ്രസ്സിലുള്ള വാട്ടർ എന്ത് ചെയ്യും? മുകളിലേക്ക്, ആ ചൂട് കാരണം മുകളിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. എന്താണ്? ഇവാപ്പറേറ്റ് ചെയ്തു പോകും. അങ്ങനെയാണ് നമ്മുടെ ക്ലോത്ത്സ് എല്ലാം എന്താണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, സൺ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നതിൽ സണ്ണിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഈ ക്ലോത്ത്സിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വാട്ടർ ബോഡീസ് ഉണ്ട് അല്ലെ? ഓഷ്യൻസ് ഉണ്ട്, ലേക്സ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ എന്താണ്? വെള്ളം ഇതുപോലെ ആ ഒരു സണ്ണിന്റെ റേസ് വരുമ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ആ ചൂട് കാരണം എന്താവുന്നുണ്ട്? ഇവാപ്പറേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, നമുക്കിതാ ഈ വാട്ടർ സൈക്കിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. വാട്ടർ സൈക്കിൾ നമുക്ക് പഠിക്കാം. യു ഹാവ് ഓൾസോ ലേൺ ഇൻ ദ ഗ്രേഡ് 6 സയൻസ് ടെക്സ്റ്റ് ബുക്ക് ക്യൂരിയോസിറ്റി വാട്ടർ എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ് ഇൻ നേച്ചർ. ഏതൊക്കെയാണ്? ലിക്വിഡ് ആയിട്ടുണ്ട്. ലിക്വിഡ് ആയിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഓഷ്യനില്, റിവറില്, ലേക്കിലൊക്കെ ഉള്ള വെള്ളം നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ളതാണ് വെള്ളം. ഓക്കെ, ഇനി മറ്റൊരു ഫോം എന്താണ്? സോളിഡ് ആയിട്ടുള്ള ഫോം. സോളിഡ് ആയിട്ടുള്ള ഫോം എന്താണ്? സ്നോ, ഐസ് ഷീറ്റ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് ഇൻ മൗണ്ടൻസ് ആൻഡ് പോളാർ റീജിയൻസ്. അവിടെയൊക്കെ എന്താണ്? ഈ വെള്ളം ഇങ്ങനെ കട്ട പിടിച്ചിട്ട്, അതായത് ഐസ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ? ഇനി ഗ്യാസ് ആയിട്ട് കാണപ്പെടുവോ? അതെ, വാട്ടർ ഗ്യാസ് ആയിട്ടും കാണപ്പെടും. എങ്ങനെയാണ്? ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. എർത്ത് അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സമ്മർ സീസണിൽ അല്ലെ, നല്ല ചൂടുള്ള സമയത്ത് നമ്മുടെ സ്നോയും ഐസും ഒക്കെ എന്തായിട്ട് മാറും? ആ ഒരു ചൂടിൽ അത് അലിഞ്ഞ് അല്ലെ, അത് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് കാരണം ഈ സണ്ണിന്റെ റേഡിയേഷൻ കാരണം, എന്നിട്ട് ഇവരെങ്ങോട്ട് പോകും? റിവറിലോട്ട് പോകും. ഈ വെള്ളം ഇങ്ങനെ ആ ഒരു ഐസ് ഉരുകിയ വെള്ളം എങ്ങോട്ടാ? റിവർ ആയിട്ട് പോകും. അല്ലെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് എങ്ങോട്ടാണ് എത്തുന്നത്? ഓഷ്യനിൽ എത്തും. ഓക്കെ, അപ്പൊ ഈ മെൽറ്റഡ് ഐസ് ഈസ് റീപ്ലെനിഷ്ഡ് ബൈ ദ ഫ്രഷ് സ്നോ ഡ്യൂറിങ് ദ വിന്റർ. അപ്പൊ ഈ മെൽറ്റഡ് ആയി പോകുന്ന ഈ ഐസ് ഉണ്ടല്ലോ, നമ്മുടെ ഐസ് ഉരുകി അങ്ങ് വെള്ളമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഐസ് പിന്നെ റീപ്ലെനിഷ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിന്റർ സീസണിൽ പിന്നെയും എന്താകും? ഫ്രഷ് സ്നോ ആയിട്ട് മാറും. അപ്പൊ ആ വാട്ടർ അവിടെ തിരിച്ചെത്തി അല്ലെ, പിന്നെയും സ്നോ ആയിട്ട് വന്നു. ഇനി നമുക്കറിയാം, വാട്ടർ ഇൻ ദ ഓഷ്യൻ, റിവേഴ്സ്, ലേക്സ് ഗെറ്റ് ഹീറ്റഡ് ഡ്യൂ ടു ദ സൺ. എന്ത് സംഭവിക്കും? ഇറ്റ് ഇവാപ്പറേറ്റ് ആസ് വാട്ടർ വേപ്പർ അല്ലെ? ഈ നമ്മുടെ ഈ ഒരു വാട്ടർ ബോഡീസിൽ സൺറൈസ് വന്നു കഴിയുമ്പോൾ അത് ചൂടായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡ്രസ്സിൽ വെള്ളം ബാഷ്പമായി, അതായത് ഇവാപ്പറേറ്റ് ചെയ്ത് പോയതുപോലെ തന്നെ നമ്മുടെ ഈ വാട്ടർ ബോഡീസിലെ വെള്ളവും എന്ത് ചെയ്യുന്നുണ്ട്? ഇവാപ്പറേഷൻ നടക്കും. അതായത് അത് മുകളിലേക്ക് ഗ്യാസ് ആയിട്ട് പോകും എന്നർത്ഥം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. വാട്ടർ വേപ്പർ ആയിട്ട് മുകളിലേക്ക് പോകും, നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് പോകും. വാട്ടർ ഓൾസോ ഇവാപ്പറേറ്റഡ് ഫ്രം ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ട്രീസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും എങ്ങനെയാണ് വാട്ടർ പുറത്തേക്ക് പോകുന്നത്? അങ്ങനെയുള്ള ആ വാട്ടറിന് നമുക്ക് വരും. അങ്ങനെ വാട്ടർ ട്രീസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും പോകുന്നതിന് ഒരു പേരുണ്ട്, ട്രാൻസ്പിറേഷൻ. എന്താണ്? ട്രാൻസ്പിറേഷൻ. അപ്പോൾ വാട്ടർ ബോഡിയിൽ നിന്നെല്ലാം പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നു. ട്രീസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും വാട്ടർ മുകളിലേക്ക് വേപ്പർ ആയിട്ട് പോകുന്നതിനെ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നു. ഇതെല്ലാം ആര് കാരണമാണ്? നമ്മുടെ സണ്ണിന്റെ ആ ഒരു ചൂട്, അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണമാണ്. ഓക്കെ, ഇനി എന്താണ് ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും അടിക്കേണ്ട. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
ട്രീസ് എല്ലാം മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് അല്ലെ, അവരുടെ റൂട്ട് വഴി വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വെള്ളം ഇവരെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ അവരുടെ ആ ഒരു ഇലയിൽ ലീഫ് വഴി, ലീഫിൽ കുറെ ചെറിയ ചെറിയ സ്റ്റൊമാറ്റോ എന്ന് പറഞ്ഞ ചെറിയ ദ്വാരങ്ങൾ കാണും കേട്ടോ. അപ്പൊ അതുവഴി ഇതെന്ത് ചെയ്യും, പുറത്തേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും സൺറൈസ് വരുമ്പോൾ. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചിരിക്കുക. ഇതിൽ നിന്ന് പോകുന്ന ഈ ട്രീസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും പോകുന്നത് ട്രാൻസ്പിറേഷൻ, അല്ലാതെ വെള്ളത്തിൽ നമ്മൾ പുറത്തേക്ക് നമ്മുടെ ബാക്കി ഇതിൽ നിന്ന് പോകുന്നത് എന്താണ്, ഇവാപ്പറേഷൻ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് രണ്ടും വഴി എന്താണ്, വാട്ടർ എന്താകുന്നുണ്ട്, മുകളിലേക്ക് ഗ്യാസ് ആയിട്ട് വേപ്പർ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? വെൻ വാട്ടർ വേപ്പർ റൈസസ് അപ്പ് ഇറ്റ് കൂൾസ് ഡൗൺ ആൻഡ് കണ്ടൻസസ് ടു ഫോം ക്ലൗഡ്സ്. അങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ മുകളിലേക്ക് എത്തുന്ന ഈ വാട്ടർ വേപ്പർ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ആ തണുപ്പിൽ എന്ത് ചെയ്യും, കൂൾ ഡൗൺ ചെയ്തിട്ട് അത് കണ്ടൻസ് ചെയ്യും, എന്നിട്ട് ക്ലൗഡ് ആയിട്ട് മാറും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ ഈ എല്ലായിടത്തു നിന്നും വരുന്ന ഈ വാട്ടർ വേപ്പർ ചേർന്നുണ്ടാകുന്ന ഈ ക്ലൗഡ് കുറച്ച് കഴിയുമ്പോൾ എന്താവും, നല്ല ഭാരമായിട്ട് അല്ലെ, വെയിറ്റ് ആയിട്ട് വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഈ ക്ലൗഡ് ഈ ഒരു വാട്ടറിനെ തിരിച്ച് ആ ഒരു ഭൂമിയിലേക്ക് തന്നെ വിടും. എങ്ങനെ, ഏതൊക്കെ ഫോമിൽ വിടും, റെയിൻ ആയിട്ട് വിടാം, സ്നോ ആയിട്ട് വിടാം, ഹെയിൽ ആയിട്ട് വിടാം. ഇങ്ങനെ തിരിച്ച് ആ വാട്ടർ വേപ്പേഴ്സ് തിരിച്ചു വരുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രോസസ്സാണ് ഇവിടെ നടന്നത് നോക്കിക്കേ. നമ്മുടെ വെള്ളം എന്തായി, ട്രാൻസ്പിറേഷനും ഇവാപ്പറേഷനും വഴി വേപ്പർ ആയിട്ട് മുകളിലോട്ട് പോകുന്നു. അവിടെ നിന്ന് അത് തണുത്തുറഞ്ഞ് എന്തായിട്ട് മാറുന്നു, ക്ലൗഡായിട്ട് മാറുന്നു. അവസാനം ആ ക്ലൗഡിന് ആ ഒരു ഇത് താങ്ങാനാവാതെ, അല്ലെങ്കിൽ ആ ക്ലൗഡ് ഒരുപാടായി കഴിയുമ്പോൾ എന്താകുന്നു, അത് തിരിച്ച് വെള്ളം എന്ന ഫോമില് അല്ലെങ്കിൽ സ്നോ എന്ന ഫോമിലൊക്കെ താഴേക്ക് വരുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യും. ഈ മൂവ്മെന്റ് ഓഫ് വാട്ടർ എന്താണ്, ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് അപ്വേർഡ് ആസ് വാട്ടർ വേപ്പർ, ഡൗൺവേർഡ് ത്രൂ ദ പ്രസിപ്പിറ്റേഷൻ. എന്നിട്ട് ഇത് എങ്ങോട്ട് പോകും, മഴ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, സോയില്, റോക്സ്, പ്ലാന്റ്, അങ്ങനെ ഈ ഒരു വെള്ളം പല സ്ഥലങ്ങളിലേക്കായിട്ട് നമുക്ക് കിട്ടും അല്ലെ. ഫൈനലി ടേണിംഗ് ടു ദ വാട്ടർ ബോഡീസ് അല്ലെ, വാട്ടർ ബോഡീസിലേക്ക് ലാസ്റ്റ് അത് എത്തിച്ചേരും. അതായത് നമ്മുടെ വാട്ടർ ബോഡീസിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്തു പോയ ആ വെള്ളം തിരിച്ച് എങ്ങനെ തന്നെ എത്തി, ആ ഒരു വാട്ടർ ബോഡീസിലേക്ക് എത്തുക തന്നെ ചെയ്തു അല്ലെ. അതായത് എവിടെ നിന്നും ഒരു ലോസ് ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പൊ അതായത് ദ വാട്ടർ സൈക്കിൾ ഹെൽപ്സ് ഇൻ റീഡിസ്ട്രിബ്യൂട്ടിങ് ആൻഡ് റീപ്ലെനിഷിങ് വാട്ടർ ഇൻ റിവേഴ്സ്, ലേക്ക് ആൻഡ് ഓഷ്യൻസ്. അവിടെ നിന്നെല്ലാം തന്നെ ഇങ്ങനെ മഴ പോലെ പല സ്ഥലങ്ങളിലേക്ക് അത് സെർവ് ചെയ്ത് എങ്ങോട്ടൊക്കെ പോയി, ഇറ്റ് ഓൾസോ സെർവ് ടു കൺസർവ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത്. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ദാറ്റ് ഫോൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിന്റെ സർഫസിൽ വീഴുന്നു, അതുപോലെ പോണ്ടിൽ വീഴുന്നു, ലേക്സിൽ വീഴുന്നു, റിവേഴ്സിൽ വീഴുന്നു, ഓഷ്യൻസിലോട്ട് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ഇത് ഗ്രൗണ്ടിൽ, ഗ്രൗണ്ട് വാട്ടർ എന്ന് കേട്ടിട്ടില്ലേ, നമ്മുടെ ഗ്രൗണ്ടിൽ അത് സ്റ്റോർ ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ പറയുന്നത്? അപ്പൊ ഈ ഒരു വാട്ടർ സൈക്കിൾ ആണ് എന്ത്, ഇറ്റ് ഹെൽപ്സ് ഇൻ റീഡിസ്ട്രിബ്യൂട്ടിങ് ആൻഡ് റീപ്ലെനിഷിങ് വാട്ടർ ഇൻ റിവേഴ്സ്, ലേക്സ് ആൻഡ് ഓഷ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ് വാട്ടർ സൈക്കിൾ. ജസ്റ്റ് ഒരു കഥ പോലെ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ വാട്ടറിന്റെ ഒരു ട്രിപ്പ് പോയത്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾ എന്താണ്, ഒരു ട്രിപ്പിന് പോയെന്ന് ഓർത്താൽ മതി കേട്ടോ. അതായത് ഇപ്പം റിവറിലോ ലേക്കിലോ ഒക്കെ ഉള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി എടുക്കുക, അവിടുത്തെ വെള്ളത്തിനൊക്കെ എന്താണ്, ഒരു ട്രിപ്പ് പോകണം എന്ന് വിചാരിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ സണ്ണാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സണ്ണ് വരുന്നു, സണ്ണിന്റെ ആ ഒരു എനർജി കാരണം ഇവരെന്ത് ചെയ്യുന്നു, ഇവര് വേപ്പർ ആയിട്ടാണ് മുകളിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത്. ഓക്കെ, അങ്ങനെ മുകളിൽ പോകുന്ന ഇവർ അവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ആ തണുത്ത് ഉറഞ്ഞ് അവരെന്തായി മാറുന്നു, അവരൊരു മേഘമായിട്ട് അവര് എന്താണ്, ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു. അതിന് പറയുന്ന പേരെന്താണ്, കണ്ടൻസേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇവരുടെ കൂടെ തന്നെ ഈ വെള്ളത്തിൽ നിന്ന് ഇവര് എന്താണ്, ഇവാപ്പറേറ്റ് ചെയ്താണ് വന്നത് അല്ലെ. അപ്പൊ ഇവരുടെ കൂടെ തന്നെ ട്രിപ്പിന് വേറെ കുറച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സും കൂടെ ഉണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയത്, അത് നമ്മുടെ ട്രാൻസ്പിറേഷൻ വഴി നമ്മുടെ ട്രീസിൽ നിന്നൊക്കെ വന്ന വെള്ളത്തുള്ളികളാണ്. അവർ ഇവരുടെ കൂടെ ചേർന്ന് കണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ക്ലൗഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഇവരെല്ലാം താങ്ങാതെ വരുമ്പോൾ നമ്മുടെ ക്ലൗഡ് എന്ത് ചെയ്യുന്നു,
പയ്യെ ഇവരെ പിരിച്ചു വിടുന്നു. ഓക്കെ. അപ്പൊ അത് എങ്ങനെയാണ് അവർ താഴോട്ട് പിന്നെയും വരുന്നത്? അവരാ ട്രിപ്പ് കഴിഞ്ഞില്ല. ട്രിപ്പിന്റെ ഇടയിൽ വെച്ച് അവരെന്തായിട്ട് മാറുന്നു? പിന്നെയും വെള്ളത്തുള്ളികളായിട്ട് അല്ലെങ്കിൽ സ്നോ ആയിട്ട് ഒക്കെ ഇവരെന്ത് ചെയ്യുന്നു? തിരിച്ച് പിന്നെയും ഭൂമിയിലേക്ക് എത്തുന്നു. എന്നിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നു? അവര് കുറച്ച് പേര് നേരെ ചിലപ്പം നമ്മുടെ വാട്ടർ ബോഡീസിലോട്ടായിരിക്കും വീഴുന്നത്. കുറച്ച് പേര് മണ്ണിലേക്ക് വീഴുന്നു, കല്ലിലേക്ക് വീഴുന്നു. അങ്ങനെ അവര് കറങ്ങിത്തിരിഞ്ഞ് പിന്നെയും എങ്ങോട്ടേക്ക് വരുന്നു? വാട്ടർ ബോഡീസിലേക്ക് വരുന്നു. പിന്നെ കുറച്ചൊക്കെ എന്താണ് ട്രീസ് ഒക്കെ പിന്നെ അബ്സോർബ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് ഗ്രൗണ്ടിൽ സ്റ്റോർ ആകുന്നു. പിന്നെ ട്രാൻസ്പിറേഷൻ വഴി ഈ ഒരു വാട്ടർ എന്ത് ചെയ്യുന്നു? പിന്നെയും മുകളിലേക്ക് പോകുന്നു. വാട്ടർ ബോഡീസിൽ നിന്ന് ഇവാപറേഷൻ നടന്ന് പിന്നെയും മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ട്രിപ്പ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ? അങ്ങനെ നമ്മുടെ ഭൂമിയിൽ ഒക്കെ വാട്ടർ കറക്റ്റ് ആയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, റീപ്ലെനിഷ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പമല്ലേ? നമുക്കറിയാലേ വെള്ളം എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? വെൽസ് അല്ലെങ്കിൽ ഹാൻഡ് പമ്പ്സ് എന്നൊക്കെയാണ് നമ്മൾ എന്താണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ താഴെ അതായത് ഈ വെള്ളിലൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നത്? ഹൗ ഡസ് വാട്ടർ സീപ് ത്രൂ ദ സർഫസ് ഓഫ് ദ എർത്ത്? നമ്മുടെ ആ സർഫസിലുള്ള വാട്ടർ എങ്ങനെയാണ് ഉള്ളിലേക്ക് പോകുന്നത്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിന് ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ട ആക്ടിവിറ്റിക്ക് വേണ്ടത് 3 ബോട്ടിൽസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലേ വേണം, സാൻഡ് വേണം, ഗ്രാവൽ വേണം. ഈ ഒരു സെറ്റപ്പിൽ നമ്മളിങ്ങനെ ബോട്ടിൽ എന്ത് ചെയ്യുക? മുറിച്ചെടുത്ത് ഇതുപോലെ വെക്കണം. ഓക്കെ. എന്നിട്ട് ഈ താഴെയെല്ലാം നമുക്ക് എന്താണ് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഒന്നിൽ ക്ലേ എടുക്കുക, ഒന്നിൽ സാൻഡ് എടുക്കുക, ഒന്നിൽ ഗ്രാവൽ എടുക്കുക. എന്നിട്ട് താഴെയായിട്ട് 3 ബീക്കറും വെക്കുക. എന്തിനാണ് ബീക്കർ വെക്കുന്നതെന്ന് പറയാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു 200 ml വാട്ടർ എടുത്തിട്ട് ഈ ഓരോ ബോട്ടിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നിൽ എന്താണ് നമ്മൾ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്, ഒന്ന് സാൻഡ് ആണ് എടുത്തിരിക്കുന്നത്, ഒന്ന് ഗ്രാവൽ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഏതിലാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ വെള്ളം ഈ താഴത്തെ ബീക്കറിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ വളരെ കട്ടിയായിട്ട് തോന്നുന്ന ഒരു ഇതാണ് ക്ലേ എന്ന് പറയുന്നത്. അപ്പൊ ക്ലേയിൽ നിന്നും വളരെ സ്ലോ ആയിട്ടാണ് വെള്ളം താഴേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പൊ മുകളിലേക്ക് ഒഴിക്കുന്ന ആ വെള്ളം സീപ്പ് ചെയ്ത് താഴേക്ക് വരണം. ഓക്കെ. അപ്പൊ സാൻഡിലാണെങ്കിൽ എന്താണ്? ക്ലേയേക്കാൾ കുറച്ചും കൂടെ ഒരു സ്പീഡിലായിരിക്കും പോകുന്നത്. എന്നാലും അതെന്താണ്? സ്ലോ ആയിരിക്കും. ക്ലേയിലാണെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. ഗ്രാവലിനാണെങ്കിൽ എന്താണ്? കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് താഴേക്ക് വെള്ളം വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? The space between gravel particles are wider when compared to those in sand and clay. ഗ്രാവലിന്റെ കേസിൽ വെള്ളം പെട്ടെന്ന് തന്നെ സ്പീഡിൽ താഴേക്ക് വരാൻ കാരണം അതിന്റെ ഇടയിലുള്ള ആ പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ് കമ്പയർഡ് ടു സാൻഡ് ആൻഡ് ക്ലേ. മനസ്സിലായോ? അതായത് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ മുകളിലൂടെ വെള്ളം ഒഴിച്ചപ്പോൾ ക്ലേയുടെ ഇടയിലുള്ള ആ സ്പേസ് കുറവായതുകൊണ്ട് അവിടെ സ്ലോ ആയിട്ടും സാൻഡിലാണെങ്കിലും അവിടെ അതിന്റെ ഇടയിലുള്ള ആ ഒരു പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള സ്പേസ് കുറവായതുകൊണ്ട് അവിടെയും കുറച്ചുകൂടി ഇതിന് കമ്പയർഡ് ടു ക്ലേ എന്നാണ് കുറച്ച് ഫാസ്റ്റ് ആണ്. എന്നാലും അത് അല്ലാതെ നോക്കുകയാണെങ്കിൽ അവിടെയും സ്ലോ ആയിട്ടാണ് വെള്ളം താഴോട്ട് വരുന്നത്. ഗ്രാവലിന്റെ കേസിൽ എന്താണ്? അത് ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം അതിന്റെ ഇടയിലുള്ള സ്പേസ് വളരെയധികം കൂടുതലായതുകൊണ്ട്. ഇതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? മുകളിൽ ഒഴിക്കുന്ന വെള്ളം സീപ്പ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. ഓരോന്നിലും ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു റേറ്റ് മാത്രം എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഓക്കെ. ഇതുപോലെ തന്നെയാണ് മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളുടെ മണ്ണിലേക്ക് വീഴുന്ന ആ വെള്ളം താഴേക്ക് ഇങ്ങനെ വരുന്നത്. എങ്ങനെയാണ് പെനെട്രേറ്റ് ചെയ്ത് ഇങ്ങനെ അകത്തേക്ക് സീപ്പ് ചെയ്ത് വരുന്നത്? ആ വരുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ. എന്താണ്? സർഫസ് വാട്ടർ സീപ്പിംഗ് ത്രൂ ദ സോയിൽ ആൻഡ് റോക്സ് ഈസ് കോൾഡ് ഇൻഫിൽട്രേഷൻ. Water can infiltrate more rapidly if the space between soil and rock particles are wider, open and interconnected. എന്താണ് പറയുന്നത്? വാട്ടർ പെട്ടെന്ന് തന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ മുകളിൽ നിന്ന് എന്താണ് സ്വീപ്പ് ചെയ്ത് ഉള്ളിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ സോയിലും റോക്ക് പാർട്ടിക്കിളും എന്തായിരിക്കണം? അവർ തമ്മിലുള്ള ആ ഒരു സ്പേസ് വൈഡർ ആയിരിക്കണം, അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കണം, ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ നേരത്തെ ഗ്രാവലിന്റെ കേസ് പറഞ്ഞതുപോലെ. ഓക്കെ. അപ്പം വളരെ സ്പേസ് കൂടുതലാവുമ്പോൾ ഇൻഫിൽട്രേഷനും എന്താണ് വളരെ സ്പീഡിൽ നടക്കും.
The water that seep through gets stored in the pores of the sediments and the opening in rocks beneath the surface as a groundwater. എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്? ഇതുപോലെയുള്ള ഈ സ്പേസസിൽ ഈ ഇൻഫിൽട്രേറ്റ് ചെയ്ത് നമ്മുടെ വെള്ളം അകത്തേക്ക് വരില്ലേ? അപ്പൊ ഈ ഒരു സ്പേസിൽ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നിൽക്കും. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആ സ്റ്റോർ ചെയ്ത വാട്ടറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ആ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ, ആ സ്പേസിന് പറയുന്ന പേരാണ് അക്വിഫേഴ്സ്. മനസ്സിലായോ? അങ്ങനെ സ്റ്റോർ ചെയ്തിരുന്ന വാട്ടറിന് പറയുന്നതാണ് ഗ്രൗണ്ട് വാട്ടർ. ദ അണ്ടർഗ്രൗണ്ട് ലെയേഴ്സ് ഓഫ് സെഡിമെന്റ്സ് ആൻഡ് റോക്സ് ദാറ്റ് സ്റ്റോർ വാട്ടർ ഇൻ പോർ സ്പേസ് അല്ലെ, അവരുടെ ആ സ്പേസിൽ ആ ഒരു വെള്ളത്തിന് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആ പോർസിന് പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ആ സ്പേസിന് പറയുന്ന പേരെന്താണ്? അക്വിഫേഴ്സ് എന്നാണ് പറയുന്നത്. ആ വെള്ളത്തിന് പറയുന്ന പേരാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന്. ക്ലിയർ ആയോ? ദിസ് ഈസ് ദ വാട്ടർ വി എക്സ്ട്രാക്ട് ബൈ ഡിഗിങ് വെൽ ഓർ ഡ്രില്ലിംഗ് ബോർവെൽ ഇൻ ടു ദ അക്വിഫേഴ്സ്. ഇങ്ങനെയാണ് നമുക്ക് കിണർ കുഴിക്കുമ്പോഴും അതുപോലെ തന്നെ ബോർവെൽ ഒക്കെ അവിടെ നിന്ന് വെള്ളം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ അക്വിഫേഴ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വെള്ളം കുഴിച്ച് നമ്മൾ ഈ വെള്ളം എടുക്കുന്നത്. മനസ്സിലായോ? ദിസ് വാട്ടർ മേ ബി ഫ്യൂ മീറ്റേഴ്സ് ടു ഹൺഡ്രഡ്സ് ഓഫ് മീറ്റേഴ്സ് ബിലോ ദ ഗ്രൗണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ. ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ചില സ്ഥലത്ത് പെട്ടെന്ന് കിണർ കുഴിക്കുമ്പോൾ വെള്ളം കിട്ടും അല്ലെ, ചില സ്ഥലത്ത് അങ്ങനെയല്ല, കുറച്ച് ഒത്തിരി ഉള്ളിലേക്ക് പോയാൽ മാത്രമേ വെള്ളം കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ അക്വിഫയേഴ്സിന് അനുസരിച്ചിട്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഈ ഗ്രൗണ്ട് വാട്ടർ അൺലിമിറ്റഡ് ആണോ? അല്ല കേട്ടോ. ഗ്രൗണ്ട് വാട്ടർ ഈസ് നോട്ട് അൺലിമിറ്റഡ്. അതായത് നമ്മൾ ഉപയോഗിക്കും തോറും അത് കുറഞ്ഞു കുറഞ്ഞു തന്നെ വരും. അപ്പോൾ ഒരുപാട് ഫാമിലി, നമ്മളിങ്ങനെ ഒരുപാട് ആൾക്കാർ, പോപ്പുലേഷൻ കൂടി കഴിയുമ്പോൾ എക്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കും അല്ലെ. ഒരുപാട് കിണറുകൾ വരും, ഒരുപാട് ബോർവെല്ലുകൾ വരും. അപ്പോൾ എന്താണ്, ആ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യാണ്? കുറഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത് സംരക്ഷിക്കുക തന്നെ വേണം അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. കോൺക്രീറ്റ് സർഫസ് എല്ലാം കോൺക്രീറ്റ് ആക്കുന്നുണ്ട്, വീടുകളെല്ലാം ഇന്റർലോക്ക് ആവുന്നുണ്ട്. അപ്പൊ മഴയൊക്കെ വരുമ്പോ എന്താണ്, അത് ആ ഒരു വെള്ളം പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകുമോ? ഇല്ല. അപ്പൊ അവിടെ എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ഈസ് ഗെറ്റിംഗ് ഡിപ്ലീറ്റഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് സംരക്ഷിക്കണം. എങ്ങനെയൊക്കെ സംരക്ഷിക്കണം നമ്മൾ? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, റീചാർജ് പിറ്റ്സ്, അതായത് നമ്മുടെ ആ വെള്ളം ശേഖരിച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്രൗണ്ടിലേക്ക് തന്നെ ഒഴുകി പോകാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ വാട്ടർ സൈക്കിൾ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വാട്ടർ സൈക്കിൾ പഠിച്ചു. അപ്പൊ അത് ആ ഒരു റൊട്ടേഷൻ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് വാട്ടറിൽ എന്താണ്, വെള്ളം റീചാർജ് ആകും. മനസ്സിലാവുന്നുണ്ടോ? ദർ ബൈ ഹെൽപ്പിംഗ് ടു എൻഷുർ എ സസ്റ്റൈനബിൾ ഗ്രൗണ്ട് വാട്ടർ സപ്ലൈ. പക്ഷെ നമ്മൾ എന്താണ്, പല സ്ഥലത്തും വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ആ ഭാഗത്തെല്ലാം നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് മൂടിയേക്കാണ് അല്ലെ. അതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളിലേക്ക് വരുന്നില്ല. ഉള്ളിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ വെള്ളത്തിന്റെ ആ ഒരു വെള്ളം അല്ലെ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെ, നമ്മുടെ ലൈഫ് നിലനിൽക്കണമെങ്കിൽ നമുക്ക് വാട്ടർ വേണം. അപ്പൊ വാട്ടർ സംരക്ഷിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇൻ ലഡാക്കിൽ നിങ്ങൾക്ക് അറിയാം, വളരെ തണുപ്പുള്ള ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ ലഡാക്കിൽ പീപ്പിൾ ഹാവ് ഡെവലപ്ഡ് ഇന്നോവേറ്റീവ് വേസ് ടു കൺസേർവ് വാട്ടർ ബൈ മേക്കിംഗ് ഐസ് ടു പാസ് ഡ്യൂറിങ് ദ വിന്റർ സമയത്ത് അവരെന്താണ്, ഐസ് ടു പാസ്, അതെന്താണ് ഐസ് ടു പാ എന്ന് പറഞ്ഞുതരാം. അവർ ആ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതാണ് ഐസ് ടു പാ. ഈ സ്പ്രിംഗ് സീസണിൽ ലഡാക്കിൽ സ്ട്രീമൊക്കെ അങ്ങ് വറ്റിപ്പോകും കേട്ടോ, വെള്ളം കുറവായിരിക്കും. കാരണം അവിടെ എന്താണ്, നമ്മുടെ ആ ഒരു ഹീറ്റ്, സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു റേഡിയേഷൻ കുറവായതുകൊണ്ട് ഐസ് ഒന്നും മെൽറ്റ് ചെയ്യുന്നതും കുറവായിരിക്കും. അതുകൊണ്ട് വെള്ളമൊക്കെ അവിടെ വറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ഡ്യൂറിങ് വിന്ററിൽ അവരെന്ത് ചെയ്യും? വാട്ടർ ഫ്രം മൗണ്ടനിൽ നിന്ന് ഒരു ചാനൽ ഇതുണ്ട്, ഇങ്ങനെ ഗ്രൗണ്ട് വഴി ഇങ്ങനെ ഒരു പൈപ്പ് അവരിട്ടിട്ടുണ്ട്. ഈ മൗണ്ടനിൽ നിന്നുള്ള വെള്ളത്തിനെ അവരിങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ പൈപ്പ് ഇങ്ങനെ വന്നിട്ട് ഇവർ ഇതങ്ങനെ സ്പ്രേ ചെയ്യും മുകളിലേക്ക്. മനസ്സിലായോ? അപ്പൊ നല്ല വിന്റർ ആണ്, നല്ല തണുപ്പാണ്. അപ്പൊ ഈ സ്പ്രേ ചെയ്യുന്ന വാട്ടർ താഴോട്ട് വരുമ്പോൾ എന്താണ്, അത് ഐസായിട്ട് മാറും അല്ലെ. അപ്പൊ ഇതിങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ഐസിന്റെ തന്നെ ഒരു വലിയൊരു മല പോലെ, ഒരു കൂന പോലെ ഐസ് ഇങ്ങനെ വരും. ഇതിനെയാണ് ഇവരെന്ത് പറയുന്നത്? ഐസ് ടൂപ്പ എന്ന് പറയുന്നത്. ഈ ഐസ് നമ്മുടെ സമ്മർ സീസൺ വരുമ്പോൾ പയ്യെ പയ്യെ ഉരുകി വെള്ളം വരും. ആ വെള്ളമാണ് ആരുപയോഗിക്കുന്നത്? അവിടെയുള്ള ആൾക്കാര് ഫാമിങ്ങിന് വേണ്ടി, ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി കുടിക്കാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്.
വളരെ ഒരു നല്ലൊരു ടെക്നിക്കാണ് അല്ലേ? കണ്ടോ? അപ്പൊ അങ്ങനെയാണ് അവരവിടെ വെള്ളം സംരക്ഷിക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആ നട്ട്ഷെൽ പോയിന്റ്സും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം. നമുക്കറിയാം എന്താണ് നമ്മൾ പഠിച്ചു. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന 3 വേസ് ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇനി കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യില്ല. പകരം എന്താണ്? ഹീറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ഹോട്ടർ പാർട്ടിൽ നിന്നും കോൾഡർ പാർട്ടിലേക്ക് ഹീറ്റ് പോകുന്നതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽസ് ഹീറ്റിനെ പാസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് നമ്മൾ പറയുന്നതാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന്. മെറ്റൽസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഡു നോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം, അതിന് നമ്മൾ എന്താ പറയുന്നത്? പുവർ കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് നമ്മൾ പറയും അല്ലെ? തടിയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇൻ സോളിഡ്സ് ആണെങ്കിൽ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? കണ്ടക്ഷൻ വഴിയാണ്. ലിക്വിഡും ഗ്യാസിലും ആണെങ്കിൽ എങ്ങനെയാണ്? കൺവെക്ഷൻ വഴിയാണ്. ഇനി കൺവെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ അല്ലെ? ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എല്ലായിടത്തേക്കും ഹീറ്റ് വരുന്നതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ലാൻഡ് ആൻഡ് സീ ബ്രീസ് നമ്മൾ പഠിച്ചു അല്ലെ? ഹീറ്റ് ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് എങ്ങനെയാണ്? റേഡിയേഷൻ വഴി അല്ലെ? അവിടെ എന്താണ്? ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹീറ്റ് കിട്ടുന്നു. നമ്മുടെ സണ്ണിൽ നിന്ന് എർത്തിലേക്ക് ഹീറ്റ് വരുന്നത് പോലെ. All objects exchange heat with their surrounding through the process is called radiation. ഇനി പ്രോസസ് ഓഫ് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിന് മീഡിയം വേണം, എന്നാൽ റേഡിയേഷന് മീഡിയം വേണ്ട. അതുപോലെ തന്നെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്താണ് ഡിസൈനിങ് ഹൗസസ് ആൻഡ് ക്ലോത്തിങ് ഒക്കെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഹീറ്റ് ട്രാൻസ്ഫർ വെച്ചിട്ട്. ദ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ അപ്വേർഡ് ആസ് വാട്ടർ വേപ്പർ ആൻഡ് ഡൗൺവേർഡ് ത്രൂ പ്രസിപ്പിറ്റേഷൻ. പിന്നെന്താണ്? അത് സോയിലൂടെ പാസ് ചെയ്യും, റോക്കിലൂടെ ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ഫൈനലി റിട്ടേണിംഗ് ടു ദ വാട്ടർ ബോഡി. നമ്മൾ എന്താണ് ഇതിന് പറഞ്ഞത്? വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞു അല്ലെ? നമ്മളൊരു കഥ പോലെ പഠിച്ചു. ദ പ്രോസസ് ഓഫ് സർഫസ് വാട്ടർ, മുകളിലുള്ള സർഫസ് വാട്ടർ സോയിലിലൂടെ സ്വീപ്പ് ചെയ്യുന്ന അകത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ട് വാട്ടർ is the water that seep through and gets stored in the pore space of sediments and അങ്ങനെ ആ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിന് പറയുന്നതാണ് ഗ്രൗണ്ട് വാട്ടർ എന്നും നമ്മൾ ആ ഒരു സ്പേസിന് പറയുന്നത് എന്തായിരുന്നു? അക്വിഫേഴ്സ് എന്നുമാണ് പറയുന്നത്. The underground layer of sediments and rock that store water in the pore space is called aquifers. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നന്നായിട്ട് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക്